മേഘാലയയിൽ ഹണിമൂണിലെത്തിയ നവവരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹണിമൂണിനിടെ ഭർത്താവിനെ വാടക കൊലയാളികളെ ഉപയോഗിച്ചാണ് 24-കാരി സോനം കൊലപ്പെടുത്തിയത്. ഇൻഡോർ സ്വദേശിയായ 29-കാരൻ രാജ രഘുവംശിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ യുവതി കൃത്യമായ ആസൂത്രണം നടത്തിയതായി പോലീസ് വ്യക്തമാക്കുന്നു. കൊലപാതകം നടത്താൻ സഹായിച്ച രാജ് സിംഗ് കുഷ്വാഹയുമായി സോന അടുപ്പത്തിലായിരുന്നു. സോനത്തിൻ്റെ കുടുംബ ബിസിനസ്സുകളുടെ അക്കൗണ്ടൻ്റായിരുന്നു രാജ്. ഇയാളുമായുള്ള വിവാഹബന്ധത്തെ എതിർത്ത കുടുംബം രാജ രഘുവംശിയുമായി വിവാഹം നടത്തി. വിവാഹത്തിൻ്റെ 4-ാം ദിനം സോനം സ്വന്തം വീട്ടിലേക്ക് പോയി. ഈ സമയത്താണ് അവർ കൊലപാതകം ആസൂത്രണം ചെയ്തത്. വിവാഹ ആഭരണങ്ങളെല്ലാം ധരിച്ചാണ് ദമ്പതികൾ ഹണിമൂണിനായി മേഘാലയയിലേക്ക് പോയത്. രാജ രഘുവംശി ധരിച്ച ഡയമണ്ട് മോതിരത്തിനും മാലയ്ക്കും മാത്രം 10 ലക്ഷം രൂപയിലധികം വിലയുണ്ട്. രാജിൻ്റെ അമ്മ ഇതേക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ സോനമാണ് ആഭരണങ്ങളെല്ലാം ധരിക്കാൻ നിർദ്ദേശിച്ചതെന്നായിരുന്നു രാജിൻ്റെ മറുപടി. കൊലപാതക ശേഷം കൊലയാളികൾ ഈ ആഭരണങ്ങളെല്ലാം കൈക്കലാക്കിയതായി പോലീസും പറഞ്ഞു. മേഘാലയയിലേക്കുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്തതും ടിക്കറ്റ് ബുക്ക് ചെയ്തതുമെല്ലാം സോനമായിരുന്നു. ഭർത്താവിനെ കൊന്നത് താനല്ലെന്നും ആഭരണത്തിനായി 4-അംഗ സംഘം കൊലപ്പെടുത്തിയെന്നുമായിരുന്നു സോനം ആദ്യം പറഞ്ഞത്. തനിക്ക് ലഹരി നൽകി മയക്കിയതായും സോനം പോലീസിനോട് തുടക്കത്തിൽ പറഞ്ഞു. മെയ് 11-ന് വിവാഹിതരായ ദമ്പതികൾ ഹണിമൂണിനായി 20-ന് മേഘാലയയിലെത്തി. പൂർവഹാസി ജില്ലയിലെത്തിയ ഇവരെ 23 മുതൽ കാണാതായി. ഇവർ വാടകയ്ക്കെടുത്ത സ്കൂട്ടർ പിറ്റേന്ന് വഴിയോരത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ രഘുവംശിയുടെ മൃതദേഹം വെയ്സാങ്ഡോങ് വെള്ളച്ചാട്ടത്തിന് സമീപത്തെ മലയിടുക്കിൽ നിന്ന് കണ്ടെടുത്തു. സ്വർണ്ണമാലയും മോതിരവും കാണാതായത് സംശയത്തിനിടയാക്കി. അടുത്ത ദിവസം സമീപത്ത് നിന്ന് രക്തം പുരണ്ട കത്തിയും 2 ദിവസത്തിനു ശേഷം മഴക്കൂട്ടം ലഭിച്ചു. കാണാതായ ദിവസം രാവിലെ സോനത്തെ 3 പുരുഷന്മാരോടൊപ്പം കണ്ടതായി ഒരു ടൂറിസ്റ്റ് ഗൈഡ് പോലീസിനെ അറിയിച്ചതാണ് കേസിൽ വഴിത്തിരിവായത്. ആസൂത്രിതമായ കൊലപാതകത്തിൻ്റെ ചുരുളഴിഞ്ഞത് അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസമാണ് സോനം UP പോലീസിൽ കീഴടങ്ങിയത്. കൊലപാതകത്തിന് സഹായിച്ച രാജിനെയും 4 കൂട്ടാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതകളിൽ 4 പേരെ വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. 19-നും 23-നും ഇടയ്ക്ക് പ്രായമുള്ളവരാണ് ഇവരെല്ലാം. ഇവർ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. അതിനിടെ പോലീസ് അറസ്റ്റ് ചെയ്ത നവവധു സോനം രഘുവംശിയുടെ കാമുകൻ്റെ മൊഴി പുറത്തു വന്നു. ഭർത്താവിനെ കൊല്ലണമെന്ന് മാത്രമല്ല സോനം ആവശ്യപ്പെട്ടതെന്നും എങ്ങനെ കൊലപാതകം മൂടിവെക്കാമെന്നുമുള്ള ആശയം കൂടിയാണ് കാമുകനായ രാജിനോട് സോനം പറഞ്ഞത്. മെയ് 16-നാണ് ഞെട്ടിപ്പിക്കുന്ന ആവശ്യവുമായി കാമുകനെ സോനം സമീപിച്ചത്. മോഷണത്തിനിടെ സംഭവിച്ചതെന്ന് വരുത്തിയ ശേഷം വിധവയായാൽ കാമുകനുമായുള്ള വിവാഹത്തിന് പിതാവ് സമ്മതിക്കുമെന്നായിരുന്നു യുവതി കാമുകനോട് പറഞ്ഞത്. തെളിവുകൾ നശിപ്പിക്കാൻ ഫോൺ തകർത്ത ശേഷം ഉപേക്ഷിച്ചു. നിർണായക വിവരങ്ങൾ ഒളിപ്പിച്ച ശേഷമാണ് സോനം കീഴടങ്ങിയതെന്ന് രാജ രഘുവംശിയുടെ സഹോദരൻ വിപിൻ രഘുവംശി കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. കേസിലെ സമ്മർദ്ദം അതിജീവിക്കാനാവാതെയാണ് സോനം കീഴടങ്ങിയതെന്നും നിലവിൽ സോനം ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്നുമാണ് പോലീസ് വിശദമാക്കുന്നത്. ഓരോ ദിവസവും കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു. നവവരനെ കാണാനില്ലെന്ന വാർത്തയിലായിരുന്നു തുടക്കം. പിന്നീടാണ് ആസൂത്രിതമായ ദാരുണമായ കൊലപാതകം വെളിച്ചത്ത് വന്നത്.